all, welcome to my new video Travel with Neetu. അപ്പോൾ ഇന്നൊരു അടിപൊളി പ്ലേസിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഹംഗേറി എന്ന് പറഞ്ഞ കൺട്രിയിലെ ബുഡാപെസ്റ്റ് എന്ന് പറഞ്ഞ സിറ്റിയിലെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷനാണ് ബുഡാപെസ്റ്റ് കാസിൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ കുറേ അടിപൊളി അട്രാക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിഷർമാൻസ് ബാഷൻ എന്ന് പറഞ്ഞൊരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഈ ബുഡാപെസ്റ്റ് കാസിലിനകത്ത് ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ബിൽഡിങ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും എടുത്ത് പറയേണ്ടത് ഈ പറഞ്ഞ ബിൽഡിംഗ് ആണ് കേട്ടോ. ഫിഷർമാൻ ബാഷൻ എന്നാണ് പറയുക. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ചേർച്ചും അതിൻ്റെ പുറകിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ബിൽഡിങ്സൊക്കെ അടങ്ങിയിട്ടുള്ള ചെറിയൊരു ഏരിയ ആണത്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ നമ്മൾ കാണുന്നതാണ് ഈ ചേർച്ചിൻ്റെ ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ ബസ് വന്ന് ഇറങ്ങിയിട്ട്, അതായത് നമുക്ക് ഇവിടേക്ക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഉണ്ട്. താഴേന്ന് ഒരു മൗണ്ടെയിൻ പോലത്തെ ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ബസ് സ്റ്റോപ്പാണ്. അവിടുന്ന് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ബസ്സസ്സാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ചേർച്ച് കാണാൻ പറ്റും. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഏരിയയുടെ മൊത്തം ഒരു വ്യൂ പോയിന്റ് കാണാൻ പറ്റുക കേട്ടോ. ഇവിടെ വന്നാൽ നമുക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ഇവിടുത്തെ ഈ ബിൽഡിങ്സിൻ്റെയൊക്കെ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലും അതുപോലെ ഇവിടുന്ന് കിട്ടുന്ന പനോറമിക് വ്യൂസാണ്. ശരിക്കും ഈ ഒരു ബിൽഡിംഗ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്തത് 1700 ആ ഒരു പീരിയഡിലാണ്, ആ ഒരു ഇയർ കാലഘട്ടത്തിലാണ്. അപ്പോൾ ശരിക്കും ഇത് ഈ ഒരു ബുഡാപെസ്റ്റ് കാസ്റ്റലിലെ തന്നെ ഒരു മെയിൻ അട്രാക്ഷനാണെന്ന് നമുക്ക് പറയാം. ശരിക്കും ഈ ഒരു 1700 ആ ഒരു ഇയറിൽ ഈ ഒരു കാസ്റ്റിൽ ഇവിടെ കൺസ്ട്രക്ട് ചെയ്തപ്പോഴും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. അത് ശരിക്കും ഒരു പഴയ ഒരു കാസ്റ്റിൽ, അതായത് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു മെറ്റീരിയലൊന്നും യൂസ് ചെയ്തിട്ടല്ല അവർ കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഓവറോൾ ഷേപ്പ് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതിനുശേഷമാണ് 1895 1900 ആ ഒരു കാലഘട്ടത്തിലാണ് ശരിക്കും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഇവർ കംപ്ലീറ്റ് ചെയ്യുന്നത് പ്രോപ്പറായിട്ട്. അതായത് ഇപ്പോൾ ഈ കാണുന്ന ഒരു രീതിയിൽ നല്ല ഭംഗിയായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത് ആ ഒരു ടൈമിലാണ്. ശരിക്കും ഈ ഒരു ബുഡാപെസ്റ്റ് കാസ്റ്റലിൻ്റെ ഈ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈൽ എന്ന് പറയുന്നത് നിയോ റോമൻ ക്യൂ സ്റ്റൈലാണ് കേട്ടോ. ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ പറയാറുണ്ട്, ശരിക്കും യൂറോപ്പിലെ ഹിസ്റ്റോറിക്കൽ പ്ലേസസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും റോമൻസ് ക്യൂ സ്റ്റൈലും അതുപോലെ തന്നെ ബറോക്ക് സ്റ്റൈലും ഒക്കെയാണ് നമുക്ക് കൂടുതൽ ബിൽഡിങ്സ് കാണാൻ പറ്റുക. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി വ്യൂ പോയിൻറ്റ്സിലേക്ക് എത്താം കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന ഏറ്റവും രസം നമുക്ക് ഇവിടെയുള്ള കാഴ്ചകൾ കണ്ട് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് പോവാം എന്നുള്ളതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സമ്മർ ടൈമിൽ തന്നെ വരണം. കാരണം തണുപ്പുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ താഴെ നിന്ന് ക്ലൈംബ് ചെയ്ത് വരാനോ അല്ലെങ്കിൽ നമുക്ക് ഇത്രയും സ്ഥലങ്ങൾ നടന്ന് കാണാനോ ഒന്നും പറ്റില്ല. ഈ ഒരു ഫിഷർമാൻ ബാഷൻ എന്ന് പറഞ്ഞ ബിൽഡിങ്ങിനോട് ചേർന്ന് കാണുന്ന ചേർച്ചിൻ്റെ പേരാണ് മത്തിയാസ് ചേർച്ച് എന്ന്. ശരിക്കും ആ ഒരു റോഡോട് ഫേസ് ചെയ്തുള്ളത് ഈ ഒരു ചേർച്ചാണ്. അതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇങ്ങനെ ഒരു ഫിഷർമാൻ ബാഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ വാൾസും കുറേ നല്ല കാണാൻ ഭംഗിയുള്ള കുറേ ഏരിയാസൊക്കെ ഇവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഈ ഒരു ബിൽഡിങ് ബുഡാപെസ്റ്റിൻ്റെ തന്നെ ഒരു ലാൻഡ്മാർക്ക് ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഒരുപാട് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരുപാട് പോർഷൻസ് ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടിരുന്നു. അതിനുശേഷം റീസ്റ്റോറേഷൻ്റെ സമയത്ത് ഏറ്റവും ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്ത ആൾക്കാർ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് ഈ ഒരു ബിൽഡിങ് ഈ ഒരു രീതിയിലേക്ക് റിനോവേറ്റ് ചെയ്തെടുത്തത്. എന്നാലും പഴയ ഈ ഒരു ബാഷ്യൻ ബിൽഡിങ്ങിൻ്റെ ആ പഴയ ഒരു സ്റ്റൈലും ലുക്കും ഒക്കെ ഇവർ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ റിനോവേഷൻ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെ ഒരുപാട് കുറേ നല്ല ബിൽഡിങ്സ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ കൂടുതലും ഇപ്പോൾ അവിടെ റെസ്റ്റോറൻറ്റ്സും കേവ്സും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ശരിക്കും ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സറൗണ്ടിങ്സ് ഏരിയയൊക്കെ ഉള്ളത്. മെയിനായിട്ട് ബുഡാപെസ്റ്റിൽ വരുന്ന ആൾക്കാർ ആരും മിസ് ചെയ്യാണ്ട് വന്ന് കാണുന്ന ഒരു ഏരിയ ആണത്. മെയിനായിട്ട് ഇവിടെ ഇത് വളരെ ചെറിയൊരു സിറ്റിയാണ് ബുഡാപെസ്റ്റ്.
അപ്പോൾ അതിനകത്ത് വരുന്ന മെയിൻ അട്രാക്ഷൻസിൽ ഏറ്റവും ടോപ്പായിട്ടുള്ളത് തന്നെയാണ് ബുഡാപെസ്റ്റ് കാസ്റ്റൽ എന്ന് പറയുന്നത്. ഇതിന് തൊട്ട് താഴെയായിട്ട് തന്നെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായ ദനൂബ് റിവർ നമുക്ക് കാണാൻ പറ്റുക. അപ്പം നമുക്ക് ഈ ഒരു ബിൽഡിംഗ് ഏരിയയിലേക്ക് 2 സൈഡിൽ നിന്ന് വരാം. ഒന്ന് നമുക്ക് താഴേന്ന് മുകളിലേക്കുള്ള ടൂറിസ്റ്റ് ബസ്സുകളുണ്ട്, അതെടുത്തിട്ട് നമ്മൾ മുകളിൽ വന്നിട്ട് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി കാഴ്ചകൾ കണ്ട് താഴേക്ക് ഇറങ്ങി പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ താഴെ ഒരു സ്റ്റോപ്പ് ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് കയറി വരാം കേട്ടോ. അപ്പോൾ താഴേന്ന് ക്ലൈംബ് ചെയ്ത് വരുന്നതിനേക്കാളും കുറേ കൂടി നല്ലത് ഇതിൻ്റെ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പതിയെ താഴേക്ക് ഇറങ്ങുന്നതായിരിക്കും. ഇവിടുത്തെ ഏറ്റവും ഹൈറ്റിലുള്ളൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഈ ഒരു താഴെ കാണുന്ന ഈ ഒരു ദനൂബ് റിവറിൻ്റെ നല്ലൊരു വ്യൂ കിട്ടും. അതുപോലെ തന്നെ ഈ റിവർ സൈഡിലുള്ള കുറേ അട്രാക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പാർലമെൻറ്റ് ബിൽഡിങ്ങും കാണാൻ പറ്റും. ഞാൻ ഓൾറെഡി ഒരു പാർലമെൻറ്റ് ബിൽഡിങ്ങിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. ശരിക്കും ഈ ബുഡാപെസ്റ്റിൻ്റെ തന്നെ ലാൻഡ്മാർക്ക് ബിൽഡിംഗ് ആണത്. അപ്പോൾ അത് ഈ ഒരു ദനൂബ് റിവർ സൈഡിലാണുള്ളത്. അതിൻ്റെ ഓപ്പോസിറ്റൊക്കെ ആയിരുന്നു നമ്മൾ ഓൺ റിവർ ഹോട്ടലിൽ സ്റ്റേ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള മെമ്പേഴ്സ് ആ വീഡിയോസൊക്കെ കാണണം. ഇനിയിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ 2 സൈഡിലും ഇതുപോലത്തെ കുറേ സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും താഴേന്ന് വരുന്ന ആളുകൾ താഴേന്ന് ജസ്റ്റ് മേളിലേക്ക് കയറി വന്നാൽ 2 സൈഡിലുള്ള സ്റ്റെപ്സ് ഉണ്ട്, അതെടുത്തിട്ട് നമുക്ക് മുകളിലേക്ക് വരാം. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ താഴേന്ന് മുകളിലേക്ക് വരുന്നേക്കാളും നല്ലത് മുകളിൽ വന്നിട്ട് ഇവിടുത്തെ പ്ലേസൊക്കെ കണ്ടിട്ട് താഴേക്ക് ഇറങ്ങുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത്രയും സ്റ്റെപ്പ് കയറൽ ഒഴിവാക്കാം. അപ്പം നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്യാൻ തീരുമാനിച്ചു കേട്ടോ. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും സ്റ്റെപ്സ് എടുത്ത് മുകളിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല ഇതിൻ്റെ മുകളിൽ വന്ന് കുറച്ച് സമയം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പതിയെ താഴേക്ക് ഇറങ്ങിയാൽ മതി. അതുമാത്രമല്ല ഈ ഒരു ഫിഷർമാൻ ബാഷൻ ബിൽഡിങ്ങിനോട് ചേർന്നുള്ള മറ്റുള്ള അട്രാക്ഷൻസ് കാണാനും അതായിരിക്കും നല്ലത്. അപ്പോൾ അവിടുത്തെ ആ ഒരു ഏരിയാസൊക്കെ കവർ ചെയ്തിട്ട് പതിയെ ഈ സ്റ്റെപ്പ് എടുത്ത് താഴേക്ക് ഇറങ്ങിയാൽ നമുക്ക് ടൂറിസ്റ്റ് ബസ്സിൻ്റെ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്ലേസ് എവിടെയാണോ അവിടേക്ക് പോകാൻ പറ്റും. ശരിക്കും മുകളിൽ നിന്ന് നോക്കുമ്പോഴും നമുക്ക് ഈ ഒരു ഫിഷർമാൻ ബാഷൻ ബിൽഡിങ്ങിൻ്റെ കുറേ വാൾസും അവിടുത്തെ കുറച്ച് ഏരിയാസൊക്കെയാണ് കാണാൻ പറ്റുക. പക്ഷേ ശരിക്കും നമ്മൾ താഴേക്ക് വന്നു കഴിയുമ്പോഴാണ് ഇത് എത്രത്തോളം വലിയൊരു ബിൽഡിംഗ് ആണെന്നും ഇതിൻ്റെ ആ ഒരു ടോട്ടൽ ലുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവാം. ശരിക്കും സെൻറ്ററിലായിട്ട് തന്നെ ഒരു ബിൽഡിങ്ങും 2 സൈഡിൽ കുറേ സ്റ്റെപ്സൊക്കെ കൊടുത്തിട്ട് അതുമായി കുറേ ഡെക്കറേറ്റീവ് വാൾസൊക്കെ ആയിട്ട് ദൂരെ നിന്ന് കാണുമ്പോൾ ഉള്ള ഒരു ഭംഗി വേറെ തന്നെയാണ്. ഈ ബിൽഡിങ്ങിന് ഇത്ര ഇമ്പോർട്ടൻസ് വരാനും ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് കാണാനുള്ള റീസൺ ഇതിൻ്റെ ഈ ഒരു സ്റ്റൈൽ തന്നെയാണ്. അപ്പോൾ ശരിക്കും ഈ സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞ് ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ലോങ് വ്യൂ കിട്ടും. ശരിക്കും ഒരു അടിപൊളി വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് ശരിക്കും ഇത് ഇത്രയും വലിയൊരു ബിൽഡിംഗ് ആയിരുന്നു, ആ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലും ആ ഒരു ലോങ് വ്യൂ ഒക്കെ ശരിക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നത് ഈ ഒരു ഏരിയയിൽ നിന്ന് നോക്കുമ്പോഴാണ് ശരിക്കും. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ പോകാൻ പോകുന്നത് ബുഡാപെസ്റ്റ് കാസ്റ്റലിൻ്റെ തന്നെ വേറൊരു ടോപ്പ് പോയിന്റിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിവർ സൈഡിനോട് ചേർന്നിട്ട് കുറച്ച് ടോപ്പ് ഏരിയയിലുള്ള ഒരു ഏരിയ ആണത്. അപ്പോൾ ശരിക്കും നമുക്ക് അതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരുപാട് ബിൽഡിങ്സ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫിഷർമാൻ ബാഷൻ ഇങ്ങേ അറ്റത്തുള്ളൊരു ബിൽഡിങ്ങാണ് കണ്ടത്. പക്ഷേ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ടോപ്പ് പോയിൻറ്റും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവിടേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ചെറിയൊരു സ്ലോപ്പ് റോഡാണുള്ളത്. അത് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റെപ്സ് എടുത്തിട്ടാണ് മേളിലേക്ക് പോകേണ്ടത്. ഇവിടെ ഒരു റോപ്പ് വേ ഫെസിലിറ്റിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് വർക്കിംഗ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നടന്ന് തന്നെ മുകളിലേക്ക് കയറണം. അപ്പോൾ പെട്ടെന്ന് മുകളിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം.
അപ്പം നമ്മളിവിടെ ഓൾമോസ്റ്റ് മുകളിലെത്തിയിട്ടോ. നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ആ ഒരു പാർലമെൻറ്റ് ബിൽഡിംഗ് ആണ്. വീഡിയോയിൽ എത്ര നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും താഴെ കാണുന്ന ഒരുപാട് നല്ല ബിൽഡിങ്സ് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ ഈ ഒരു ഇവിടെ കാണുന്ന ദാനൂബ് റിവറിൻ്റെ ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് തന്നെയാണത്. ഇപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മൾ പറഞ്ഞ പാർലമെൻറ്റ് ബിൽഡിംഗ് കേട്ടോ. അതുപോലെ തന്നെ വേറെ ഒരുപാട് അട്രാക്ഷൻസ് ഈ ഒരു ലൈനിൽ തന്നെ ഉണ്ട്. അപ്പോൾ ശരിക്കും ആളുകൾ ഇവിടെ വരുന്നത് ഇവിടെ നിന്ന് കാണുന്ന ഈ ഒരു ടോപ്പ് വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. പകൽ കാണുന്നതിനേക്കാളും രസമാണ് രാത്രിയിലത്തെ ഒരു വ്യൂ കേട്ടോ. അപ്പോൾ കൂടുതൽ ആൾക്കാർ വരുന്നതും ഈ ഒരു സൺസെറ്റ് കണ്ട് എൻജോയ് ചെയ്യാനും അതുപോലെ തന്നെ ഇവിടുത്തെ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നൈറ്റ് വ്യൂ ആണ് കാണുന്നത് കേട്ടോ. ഇവിടുത്തെ കുറേ പാലസ് ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. അത് ഇവിടുത്തെ ഒരു ബുഡാപെസ്റ്റ് കാസ്റ്റലിൻ്റെ കൂട്ടത്തിലുള്ള കുറേ ബിൽഡിങ്സ് ആണ്. അപ്പോൾ ശരിക്കും ഇവിടുത്തെ ഈ ഒരു ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ഈ ഒരു ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വളരെ രസമാണ്. ഇവിടെ കാണുന്ന ഈ ബിൽഡിങ്സും ഇവിടുത്തെ ലൈറ്റും ഈ ഒരു ഭംഗി മാത്രമല്ല കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലാണ് ബുഡാപെസ്റ്റ് സിറ്റിയുടെ തന്നെ ഒരു അടിപൊളി നൈറ്റ് വ്യൂ നമുക്ക് കിട്ടുന്നത്. ജസ്റ്റ് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദാനൂബ് റിവർ ഒഴുകുന്നതും അതിനോട് ചേർന്നുള്ള അടിപൊളി ബിൽഡിങ്സിൻ്റെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പാർലമെൻറ്റ് ബിൽഡിങ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. രാത്രിയിൽ അതിൻ്റെ ഒരു നൈറ്റ് വ്യൂ കാണാൻ വളരെ ഭംഗിയാണ്. അതെൻ്റെ ബുഡാപെസ്റ്റ് ബിൽഡിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം. അപ്പോൾ ഈ കാണുന്നത് മാത്രമല്ല, ബുഡാപെസ്റ്റിൽ ഇനി ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ബുഡാപെസ്റ്റിലെ തന്നെ മറ്റുള്ള അട്രാക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ ഇഷ്ടമുള്ളവർ കാണാം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു അടിപൊളി ട്രാവൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ ബൈ.